ഐഎസ്എല്ലിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുമ്പോൾ ഏറെ പ്രതീക്ഷകളാണ് മുന്നിലുള്ളത്. അതിനു മുമ്പായി രണ്ട് സന്തോഷ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഫ്രെഡ്ഡിക്ക് 2027 വരെ കരാർ നൽകിയ ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി യുവ മിഡ്ഫീൽഡർ ഡൈനാമോ യൊഹിംബ മീത്തേക്കും 2027 വരെ കരാർ നൽകിയതായി ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. കൂടാതെ പുതിയ ഐഎസ്എൽ സീസണിലേക്കുള്ള ഫുൾ സ്ക്വാഡും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഗോൾ കീപ്പറായി സച്ചിനും നോറയും സോമും, ഡിഫൻഡേഴ്സായി മിലോസ് പ്രബീർ, പ്രീതം, സന്ദീപ്, ഐബാൻ ഡോഹ്ലിംഗ്, നവോച്ച സിംഗ്, ഹോർമിപ്പാം, കൊയ്ഫ്, സഹീഫും, മിഡ്ഫീൽഡേഴ്സായി ലൂണ, ബ്രൈസ്, അസ്ഹർ, സൗരവ്, ദാനിഷ്, ഫ്രെഡ്ഡി, വിപിനും, യൊഹിൻബ, ലാറ്റൻ മാവിയയും, മുന്നേറ്റ നിരയിൽ രാഹുൽ, നോഹ്, പെപ്ര, ഇഷാൻ, ഐമൻ, ശ്രീകുട്ടൻ, ഹെസൂസ് ഹിമിനസും അടങ്ങുന്ന 28 അംഗ സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ യുവ സ്ട്രൈക്കർ കോറോ സിംഗും യുവ മലയാളി ഡിഫൻഡർ ബിജോയ് വർഗീസും ജോഷുവ സുത്തീരയും ഇടം പിടിച്ചിട്ടില്ല. കോറോ സിംഗിനെ റിസർവ് ടീമിൽ മാത്രം ഒതുക്കിയതാണോ അല്ലെങ്കിൽ വിറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. അതുപോലെ ബിജോയ് വർഗീസിനെ ഇന്റർകാഷിയിലേക്ക് കഴിഞ്ഞ സീസണിലേക്ക് ലോണിൽ അയച്ച് ചെറിയ പരിക്കിന് ശേഷം താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയിൻ ചെയ്തിരുന്നു. പക്ഷേ എന്താണ് താരം സ്ക്വാഡിൽ ഇല്ലാത്തതെന്ന് വ്യക്തമല്ല. താരത്തെയും വിറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിലും അല്ലെങ്കിൽ ലോണിൽ അയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തമല്ല. ജോഷുവ സുത്തീരയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം 7ാം വിദേശ താരമായി താരമുണ്ടെങ്കിലും ഐഎസ്എല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ താരത്തെ പകരക്കാരന്റെ റോളിൽ എത്തിച്ചേക്കും. എന്തായാലും ആദ്യം സ്ക്വാഡിൽ ചില അപാകതകൾ കണ്ടെങ്കിലും ഫുൾ സ്ക്വാഡ് പുറത്തുവിട്ടപ്പോൾ തരക്കേടില്ലാത്ത ടീമായി ബ്ലാസ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.